നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കാം ഗൗതമോനെ. നീ മിണ്ടാതിരിക്കരേണു. ഞാനും നിൽക്കാൻ റെഡിയാണ് അങ്കിൾ. ഇനി എന്റെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത വ്യക്തിയായിരിക്കും എന്റെ കൂടപ്പിറപ്പ് ശിവാനി. ശിവാനിയെ കൂടപ്പിറപ്പാക്കണ്ട, കൂടപ്പിറപ്പിന്റെ ഭാര്യയാക്കിയാ മതി മോനെ. ഇൻവോയ്സസ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഡേറ്റും ടൈമും ഫിക്സ് ചെയ്ത് ഞാൻ അറിയിക്കാം. ശരി. 2 ദിവസത്തിനുള്ളില് എവിടെ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന കാര്യം ഏട്ടൻ പറഞ്ഞത്? നമ്മുടെ ഓഫീസിൽ തന്നെ. അതെങ്ങനെയാ ശരിയാവുന്നേ? ഏട്ടൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഗോപിയേട്ടൻ എവിടെയും പോകുന്നില്ല വസു. അത് ഏട്ടത്തിയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. ബാംഗ്ലൂരിലെ ബിസിനസ് കോൺക്ലേവിന് ഗൗതമിന് പകരം ഏട്ടൻ പോകാമെന്നല്ലേ ഇന്നലെ പറഞ്ഞത്? പോകാമായിരുന്നു, പക്ഷേ കോൺക്ലേവ് തുടങ്ങിയല്ലോ. അത് സാരമില്ല ഏട്ടാ, ഒരാഴ്ചത്തെ കോൺക്ലേവ് ആണ്. ഏട്ടൻ നാളെ ജോയിൻ ചെയ്താലും മതി. ഇനി കോൺക്ലേവ് തീർന്നിട്ടേ തിരിച്ചെത്താവൂ. രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ പുറപ്പെടണം. ടിക്കറ്റും ഹോട്ടൽ റൂമും ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ വസു, നിധി ഇന്ന് ശിവാനിയുടെ കൂടെയാ. നാളെയാണ് അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഗോപിയേട്ടൻ ഇവിടെ ഉണ്ടാവണ്ടേ? എന്തിന്? എല്ലാവരും നിരന്നു നിന്ന് സ്വീകരിക്കാൻ അവളെന്താ വല്ല വിദേശ രാജ്യങ്ങളുടെയും പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ മറ്റോ ആണോ? അവൾ ഈ കുടുംബത്തിന്റെ മരുമകളും ഗോപിയേട്ടൻ ഗൃഹനാഥനും അല്ലേ? ഏട്ടൻ ഗൃഹനാഥനൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാ. ആ തീരുമാനം ഏട്ടൻ രാവിലെ തന്നെ ബാംഗ്ലൂർക്ക് പോകണം എന്നുള്ളതാ. ഓക്കെ, നന്നായി. ഞാൻ രാവിലെ തന്നെ പോയിക്കോളാം. ഇത് വസുവിന്റെ പ്രതികാര നടപടിയാ. നമ്മളെല്ലാം നിധിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവള് നമുക്കിട്ട് പണി തരിക. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇത്തരം ബിസിനസ് മീറ്റിങ്ങുകൾക്ക് ഞാൻ സാധാരണ പോകാറുള്ളതല്ലേ, അതുപോലെ തന്നെയാ ഇതും. അല്ല, വെറും വാശിപ്പുറത്ത് അവളുടെ ഈ തീരുമാനം. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തരം കിട്ടുമ്പോഴൊക്കെ നിന്നെ പ്രകോപിപ്പിക്കാൻ വസു 30 വർഷത്തെ അധികാരത്തിന് കണക്ക് പറഞ്ഞെന്നിരിക്കും. ഗൗതമിന്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയേക്കാം. നീ അതിലൊന്നും വീഴരുത്. നമ്മുടെ മക്കളാരും അതറിയാതെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നിധി. ഞാൻ ശ്രദ്ധിച്ചോളാം ഗോപിയേട്ട. എങ്കിൽ നീ പോയി എന്റെ ബാഗ് ഒരുക്കി വെച്ച്. തൽക്കാലം തിരുവായ്ക്ക് എതിർവായൊന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്കിടയിൽ ഞാനൊരു ഭാരമായല്ലേ? എന്തിനാ ശിവാനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആരും പറയാതെ തന്നെ നിന്നെ അനിയത്തിയായി കണ്ട് സംരക്ഷിച്ചോളാന്ന് സാറ് പറഞ്ഞതല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ യാത്രയിൽ ഞാനുള്ളതുകൊണ്ട് നിങ്ങളുടെ റൊമാൻസ് ഒന്നും നടക്കില്ലല്ലോ എന്നാ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ആരിരുന്നാലും വിഷയമല്ല. റൊമാൻസ് വേണമെന്ന് തോന്നിയാൽ ഞങ്ങളങ്ങ് ചെയ്യും, അല്ല നിധി? പിന്നല്ലാതെ നമ്മളിനി ആരെ പേടിക്കാന്? വസുന്ധര ആന്റി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. എന്റെ കൺമുന്നിൽ വെച്ച് ഗൗതം നിധി അടുത്തിടപഴകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ആ നിധി, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണമെന്ന് പാറു പറഞ്ഞിരുന്നു. ഞാനതങ്ങ് വിട്ടുപോയി. എനിക്ക് കൊതി സഹിക്കാൻ വയ്യമ്മേ. ഞാൻ ഇച്ചിരി പൈസ എടുത്ത് കുടിച്ചോട്ടെ? മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോണം. നിധി വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം, അതാ നല്ലത്. അമ്മോളെ, നിങ്ങൾ ഇറങ്ങിയോ? ഇറങ്ങിയെന്ന് മാത്രല്ല, പാതി വഴി കഴിഞ്ഞു. 10 മിനിറ്റിൽ അവിടെ എത്തും. ഇറങ്ങിയാൽ ഉടനെ വിളിക്കണമെന്നേ നിന്റെ കെട്ടിയവനോട് ഞാൻ പറഞ്ഞിരുന്നതാ. പാതി വഴി എത്തിയപ്പോഴാവും അവൻ പാറുവിനെ ഓർത്തത് അല്ലേ? അയ്യോ അല്ലമ്മേ, സാറിനോടെ നേരത്തെ പറഞ്ഞതാ. കോള് കണക്ട് ആവുന്നില്ലായിരുന്നു. വെറുതെ കള്ളൊന്നും പറയണ്ട. നിന്റെ ഭർത്താവിന്റെ സ്വഭാവമേ 10-30 കൊല്ലായിട്ട് അറിയാവുന്നവളാ ഞാൻ.
നീ ഇന്നലെയല്ലേ വന്നത്? ഉം. ശരി ശരി, ബാക്കിയൊക്കെ നേരിട്ട്. ആ ശരി അമ്മേ. അല്ല, അമ്മ എന്തിനാ ഏട്ടനോട് വിളിക്കാൻ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ. എടി ബുദ്ധൂസേ, പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല ഞാൻ വിളിക്കാൻ പറഞ്ഞത്. അവരിവിടെ എത്തുന്ന ഏകദേശ സമയം അറിയാനാ. അറിഞ്ഞു, 10 മിനിറ്റിനകം അവരിവിടെ എത്തും. ഓ, അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് പായസം കുടിക്കല്ലേ? ഹോ, ഇങ്ങനെ ഒരു തീറ്റക്കാരി. എടി, പായസമൊന്നും അല്ല. നിധി എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നത്. അവളെ ഉചിതമായിട്ട് സ്വീകരിക്കട്ടെ. ചേച്ചി സ്വീകരിക്കാൻ അമ്മ സദ്യ ഒരുക്കിയിട്ടില്ലേ? പിന്നെന്താ? സദ്യ മാത്രം പോരാ, നിന്റെ ഏട്ടനെ ഏട്ടത്തിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അത് റെഡിയാക്കാൻ വേണ്ടിയാ അവര് വരുന്ന ഏകദേശ സമയം അറിഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. നീ വാ, നമുക്ക് ആരതി തട്ടം റെഡിയാക്കാം. വാ. ഇനി ഒരിക്കലും ഈ പടി ചവിട്ടില്ലാന്ന് കരുതിയവൾ തിരിച്ചു വരുന്നു. എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അവൾക്ക് സ്വീകരണം. ഞാൻ ആരായി? പാർവതി ആന്റി എന്നെ എന്തിനാ സങ്കടത്തോടെ നോക്കുന്നേ? ആന്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് എടുത്താൽ ശരിയാവും. സംസാരമൊക്കെ അകത്ത് ചെന്നിട്ടാവാ ഇനി. ഒരു മിനിറ്റ്, യാമിനെ ആരതി തട്ടം എടുത്തോണ്ടിരിക്കെ. ഗൗതമിനെ നിധിയും ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാൻ. ഈ ആരതി തട്ട ഒരുക്കാൻ എന്തൊരു മെനക്കേടാ. ഇനി ഇതൊക്കെ നിർത്തി വെർച്വലാക്കണം. അതാ വേണ്ടത്. അല്ലെങ്കിലും ഒഴിച്ചിൽ ഇത്തിരി കൂടുതലായി ഇവിടെ. വേറെ ഒരു കുടുംബത്തിൽ ഇത്ര ആരതി കറക്കല് കാണില്ല. അഗ്നിശുദ്ധി തെളിയിച്ചു വന്ന സീതാദേവിക്ക് ഇതിലും വലിയ സ്വീകരണം കൊടുത്തത്. ദിവസങ്ങൾക്ക് ശേഷം എന്റെ മരുമകള് തിരിച്ചു വരുമ്പോ എനിക്ക് ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ. ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടത് നിധിയെ അല്ല, ഗൗതമിന്റെ ജീവൻ രക്ഷിച്ച ശിവാനിയെയാണ്. ഏട്ടത്തി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരമംഗലത്തിന്റെ ഭാവി ചരിത്രത്തില് ശിവാനി ഇടം പിടിക്കും. മോളെ, ഗൗതമിന്റെ ആയുസ് കാത്ത നിന്നെ ഈ ആന്റി മനസ്സുകൊണ്ട് പൂവിട്ട് പൂജിക്കുന്നു. താങ്ക് യു ആന്റി. ആന്റിയുടെ അനുഗ്രഹം മാത്രം മതി ഈ ഉള്ളവൾക്ക്. അതെപ്പോഴും ഉണ്ടാവും മോളെ. എടുത്തി ശിവാനി ആരതി ഒഴിയൂ.